रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. സ്ഥാനമാനങ്ങളും അധികാരവും മോഹിച്ച് വിശ്വാസവഞ്ചനയും ദ്രോഹവും ചെയ്ത് അത് നേടുമ്പോൾ അനുഭവിക്കാൻ സാധിക്കാതെ ജീവൻ നഷ്ടപ്പെടുകയോ രോഗാതുരനാവുകയോ ചെയ്താൽ എന്തു പ്രയോജനം? നാം പറഞ്ഞത് സത്യമല്ലേ മന്ത്രിമുഖ്യ? അതെ അതെ, അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്. അങ്ങും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനത് എപ്പോഴേ സൂക്ഷിച്ചു, ഇനി മറക്കുകയേയില്ല സ്വാമി. സന്തോഷം. ആ, ഇനി ഞാൻ വിട കൊള്ളട്ടെ മഹാരാജൻ. ഒന്നും സ്വീകരിക്കാതെ അങ്ങ് വിട പറയുന്നത് സങ്കടമാണ്. എന്തെങ്കിലും സ്വീകരിക്കാൻ ദയവുണ്ടാകണം. കാവ്യം രുദ്രാക്ഷവും മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. അതും നിർബന്ധമുള്ള കാര്യമല്ല. ഫൽഗുന, തമ്പുരാൻ. കൽപ്പന പോലെ. മണികണ്ഠകുമാരന് ഇനി എന്തെങ്കിലും ഔഷധങ്ങൾ നൽകേണ്ടതുണ്ടോ സ്വാമി? ഒരൗഷധത്തിന്റെ ആവശ്യമില്ല മഹാരാജൻ. മണികണ്ഠകുമാരന്റെ രോഗം പൂർണ്ണമായും ഭേദമായി കഴിഞ്ഞു. കുമാരന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് സ്വാമി? കൃത്യമായി അതറിയാൻ വളരെ എളുപ്പമാണ്. മന്ത്രിമുഖ്യൻ നിർബന്ധമാണെങ്കിൽ നാം അത് വെളിവാക്കിത്തരാം. വേണ്ട വേണ്ട, രോഗങ്ങൾ വെറുതെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. സംഭവിച്ചത് സംഭവിച്ചു. ഓ, എല്ലാം ശുഭമായല്ലോ. ശുഭവും അശുഭവുമെല്ലാം ആപേക്ഷികവും വ്യക്തിഗതവുമാണ്. അതും ശരിയല്ലേ മന്ത്രിമുഖ്യ? അങ്ങ് പറയുന്നതെല്ലാം വളരെ ശരിയാണ് സ്വാമി. നമ്മുടെ സ്നേഹോപഹാരമായ ഈ സ്വർണ്ണ രുദ്രാക്ഷമാല ദയവായി അങ്ങ് സ്വീകരിക്കണം. ദേശാടന യാത്രകൾക്കിടയിൽ അങ്ങേക്ക് പണത്തിന് ആവശ്യം വരുമല്ലോ. 1000 പൊൻപണമുണ്ടിതിൽ. ഇതും അങ്ങ് സ്വീകരിക്കണം. ആയിക്കോട്ടെ മഹാരാജൻ. അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ നാം ഇത് ദക്ഷിണയായി സ്വീകരിക്കാം. ഇനി നാം വിടകൊള്ളട്ടെ മഹാരാജൻ. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് കുറച്ചുനാൾ കൊട്ടാരത്തിൽ വസിക്കുന്നതിൽ വിരോധമുണ്ടോ സ്വാമി? ഉദയത്തിൽ യാത്ര ആരംഭിക്കുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ തങ്ങുകയും ചെയ്യുന്ന സഞ്ചാരിയായ സന്യാസിയാണ് നാം. ഒരു സ്ഥലത്ത് മാത്രമായി താമസിക്കാൻ നമ്മെ കൊണ്ടാവില്ല മഹാരാജൻ. അങ്ങയുടെ ഇച്ഛ എന്താണോ അതുപോലെയാകട്ടെ. അങ്ങ് ചെയ്ത സഹായത്തിന് 1000 നന്ദി. നാമും ഈ പന്തള രാജ്യവും എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. മംഗളം ഭവിക്കട്ടെ.
റാണി റാണി എന്താ തിരുമനസേ? നോക്കൂ റാണി, നാം ആ വൈദ്യന് നൽകിയ രുദ്രാക്ഷമാലയും പണക്കിഴിയും ദാ ഇവിടെ ഭഗവാന്റെ മുന്നിൽ. അയ്യോ, ഇതെന്തു മായ! അങ്ങ് നൽകിയ മാലയും പണവും എങ്ങനെ ഇതിനകത്ത് വന്നു? രാജ്യം തന്നതും രാജാവായി വാഴിച്ചതും സന്തതികളില്ലാതിരുന്ന നമുക്ക് 2 സന്തതികളെ നൽകി അനുഗ്രഹിച്ചതും നാം ഭജിക്കുന്ന കൈലാസനാഥനും റാണി ഭജിക്കുന്ന വൈകുണ്ഠനാഥനുമല്ലേ? ഭഗവാനെ, ഭഗവാനെ, അങ്ങ് തന്നെയല്ലേ വൈദ്യനായി വന്ന് നമ്മുടെ കുമാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? ഭഗവാനെ ശ്രീകണ്ഠേശ്വര, ഇത്രത്തോളം അങ്ങയുടെ അനുഗ്രഹം അനുഭവിക്കുവാൻ മാത്രം എന്ത് പുണ്യമാണ് ഈ ഉള്ളവൻ ചെയ്തിട്ടുള്ളത്? പിതാശ്രീ, സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്താൽ ഭഗവാൻ നമുക്ക് തിരികെ നൽകുന്നത് സന്തോഷം മാത്രമായിരിക്കും. കുമാരന് ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? നമുക്കെല്ലാം അറിയാം പിതാശ്രീ. അവന്റെ ഒരു മന്ത്രവാദം. ഉഗ്രവിഷമാണെന്നും ക്ഷണനേരം കൊണ്ട് മണികണ്ഠന്റെ കഥ കഴിയുമെന്നൊക്കെയാണല്ലോ അയാൾ പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോ വെറുതെ വിടരുതവനെ. 1 2 100 പൊൻപണമാണ് കൊടുത്തത്. എന്നിട്ടും ചതിക്കാന്ന് വെച്ചാൽ എന്നെ ചതിക്കുന്ന ഒരുത്തനും ജീവനോടെ ഈ ഭൂമിയിൽ വാഴാൻ അനുവദിക്കില്ല ഞാൻ. അത് മന്ത്രവാദിയായാലും സാക്ഷാൽ ദൈവം തമ്പുരാനായാലും. അങ്ങുന്നേ, അന്നവൻ പല ഒഴിവുകഴിവുകൾ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന്. അതിപ്പോഴാണോ പറയുന്നത്? ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. എന്നാ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പറയ്. അങ്ങുന്നേ, അങ്ങ് വളരെ സൂക്ഷിക്കണം. നമ്മൾ 2 അങ്ങുന്നുമാർ പണം മോഹിച്ച് ഇതിന്റെ പിന്നിൽ നമ്മളെങ്ങാനുമാണെന്ന് മന്ത്രവാദി നാളെ മഹാരാജാവിന്റെ കാതിൽ ഓതിക്കൊടുത്താൽ പിന്നെ നമ്മുടെ തല കാണില്ല. അത് പറയും മുമ്പ് അവന്റെ ശിരസ് നാം ഛേദിച്ചിരിക്കും. തലയില്ലാതെ ഈ ഉടല് പോകുന്ന കാണാൻ എന്ത് വൃത്തികേട്. ഇതൊക്കെ നടക്കുമോ ആവും. പ്രണാമം മഹാദേവ. പ്രണാമം. കൽപ്പിച്ചാലും ഭഗവാനെ, അടിയൻ എന്താണ് അങ്ങേക്ക് വേണ്ടി നിർവഹിക്കാനുള്ളത്? വീരഭദ്ര, താങ്കൾ ഭൂമിയിൽ ചെന്ന് നമ്മുടെ പുത്രൻ മണികണ്ഠകുമാരന് വിഷം തയ്യാറാക്കി നൽകിയ ആ ദുർമന്ത്രവാദിയെ ഉടൻ നിഗ്രഹിക്കുക. കൽപ്പന പോലെ ഭഗവാനെ.
നീതനായ മന്ത്രവാദി, നിന്റെ കഥ ഇന്ന് അവസാനിക്കും. അരുത്, എന്നെ കൊല്ലരുത്. നിങ്ങൾ ആരാണ്? നാം വീരഭദ്രൻ. സാക്ഷാൽ കൈലാസനാഥന്റെ കൽപ്പന പ്രകാരമാണ് നാം വന്നിരിക്കുന്നത്. അരുത്. എന്തിനാണ്? എന്തിനാണ്? ധനത്തിനു വേണ്ടി ഏതൊരു നീചപ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത നീ വധിക്കാൻ ശ്രമിച്ചത് സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ പുത്രനെയാണ്, നമ്മുടെ മണികണ്ഠകുമാരനെ. എന്ത്? മണികണ്ഠകുമാരൻ ശ്രീപരമേശ്വരന്റെ പുത്രനോ? സാക്ഷാൽ ഹരന്റെയും ഹരിയുടെയും പുത്രനായ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് മണികണ്ഠൻ. അവതാര ലക്ഷ്യം തന്നെ ദുഷ്ടരെ ഹരിക്കുവാനും ശിഷ്ടരെ ഭരിക്കുവാനുമാണ്. അതുകൊണ്ട് തന്നെ നീ വധിക്കപ്പെടേണ്ടവനാണ്. അരുത്, എന്നെ കൊല്ലരുത്. എനിക്ക് മാപ്പ് തരണം. നീ മാപ്പ് അർഹിക്കുന്നില്ല. ജീവൻ നൽകുന്ന ഈശ്വരന് മാത്രമേ അത് തിരികെ എടുക്കുവാനും അവകാശമുള്ളൂ. മനുഷ്യന് അതിനുള്ള അവകാശമില്ല. എന്നെപ്പോലെ കള്ളവും കാപട്യവും കൈമുതലാക്കിയവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ ജീവൻ ഞാൻ എടുക്കുന്നു. അരുത്. അങ്ങുന്നേ എനിക്കൊരു സംശയം. എന്താ? ആ മന്ത്രവാദി നമ്മൾ ശിക്ഷിക്കാനാണ് ചെല്ലുന്നതെന്ന് അയാൾക്ക് മനസ്സിലായാൽ അയാൾ വല്ല മന്ത്രവും ജപിച്ച് നമ്മളെ കഴുതയോ കടുവയോ ആക്കിയാലോ? അത്രയ്ക്ക് സിദ്ധിയൊന്നും അയാൾക്കില്ലാത്തതുകൊണ്ടാണല്ലോ അയാൾ തന്ന ചൂർണം പരാജയപ്പെട്ടത്. തന്നെയുമല്ല, ഫൽഗുനനെ ഇനി കഴുതയാക്കേണ്ട കാര്യം അയാൾക്കില്ല. അതെന്താ? കഴുതയ്ക്ക് ഫൽഗുനനേക്കാൾ ബുദ്ധിയുണ്ടല്ലോ, അതുകൊണ്ട്. അങ്ങ് രസികൻ തന്നെ. അങ്ങുന്നേ എനിക്ക് വേറൊരു സംശയം. എന്താ? ഇയാളെന്തിനാ ഈ കാട്ടിൽ ഇത്രയും ദൂരത്ത് വന്ന് താമസിക്കുന്നത്? രാജധാനിയുടെ അടുത്ത് വന്ന് താമസിച്ചുകൂടെ? എങ്കിൽ നമുക്ക് ഈ നടപ്പങ്ങ് ഒഴിവാക്കാമായിരുന്നു. പ്രജകൾ പാർക്കുന്നിടത്ത് ഇവരെ പോലുള്ളവർക്ക് ഏകാന്തതയും ഏകാഗ്രതയും ലഭിക്കില്ല. അവരുടെ നിത്യസാധനങ്ങളൊക്കെ ചെയ്യാനാണ് അവരിത്തരം സ്ഥലങ്ങളിൽ പാർക്കുന്നത്. കുതിരപ്പുറത്തെങ്കിലും വരുന്നിടത്ത് താമസിക്കാമായിരുന്നു. ഇത് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൽ. ആവശ്യക്കാരൻ കഷ്ടപ്പെടണം ഫൽഗുന. വാ. എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ പോകണം. അയാളെ ശിക്ഷിക്കാനും നമ്മൾ തന്നെ പോകണം. മറ്റുള്ളവരറിഞ്ഞാൽ നമ്മുടെ തല പോവും. അല്ലെങ്കിൽ ഭടന്മാരെ വിട്ട് അയാളെ കൊട്ടാരത്തിലെത്തിച്ച് തുറങ്കിലടച്ചേനെ. തുറങ്കിലടച്ചിട്ട് നമുക്കെന്താ പ്രയോജനം? അങ്ങനെ കുറ്റം ചെയ്യുന്നവരെയൊക്കെ പിടിച്ച് തുറങ്കിലടച്ച് അവർക്ക് അന്നപാനാദികൾ കൊടുത്തിട്ട് രാജ്യത്തിന് എന്ത് പ്രയോജനം? ഇവരെയൊക്കെ കൊന്നുകളയണോ കുന്നേ? വെറുതെ ദുർഘട വഴികളിലൂടെയൊക്കെ നടത്തിച്ച് കള്ളച്ചൂർണം തന്ന് ആരെയും മേലിൽ പറ്റിക്കരുത്. അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ് ഫൽഗുന. ജ്ഞാനദൃഷ്ടിയുള്ള സിദ്ധനാണ് അയാൾ. എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതാവും. ഒന്ന് ശാസിച്ചാൽ മണികണ്ഠകുമാരനെ ഇല്ലാതാക്കാൻ കാഠിന്യം കൂടിയ എന്തെങ്കിലും ഉപായം നൽകാതിരിക്കില്ല. ഒരിക്കൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനിയും പരീക്ഷിക്കണം. മറ്റൊരു മന്ത്രവാദിയെ കാണുന്നതല്ലേ നല്ലത്? ഇത്രയും മണ്ടത്തരം കാണിക്കുന്ന ഫൽഗുനനെ ഞാൻ ഒഴിവാക്കിയോ? ഇല്ല. അതെന്താ ഒഴിവാക്കാത്തെ? അങ്ങേക്ക് ബുദ്ധിയില്ലാത്തോണ്ടാണോ? ഫൽഗുന, ആ മന്ത്രവാദിക്ക് പണമാണ് ആവശ്യം. ആരും അറിയാതെ ആ മണികണ്ഠനെ വകവരുത്തുകയാണ് നമ്മുടെ ആവശ്യം. എല്ലാവരെയും ഇതുപോലെ വിശ്വസിക്കാനാവില്ല. വിശ്വസിക്കാവുന്ന വലിയ മന്ത്രവാദിയെ കിട്ടിയാൽ നമുക്ക് ഇയാളെ കൊന്നുകളയാം. അപ്പൊ വിശ്വസിക്കാവുന്ന ബുദ്ധിമാനെ കിട്ടിയാൽ അങ്ങ് എന്നെയും കൊല്ലുവോ? ഏയ്, ഒരിക്കലുമില്ല. ഫൽഗുനനെ പോലെ വിശ്വസ്തനായ ഒരാൾ ഈ ലോകത്തിന് വേറെ ലഭിക്കുവോ? പിന്നെ സ്വല്പം മണ്ടത്തരങ്ങൾ.
അത് നാം അങ്ങ് സഹിക്കും. എന്താ? സന്തോഷം. ആ, നേരം കളയണ്ട, വരിക. വരിക. വിഷപ്പാമ്പ് വല്ലതും ഉണ്ടാകുമോ അങ്ങുന്നേ? അങ്ങുള്ളപ്പോ വേറെ ഏത് വിഷപ്പാമ്പ് വരാനാ അല്ലേ? കൊടും വിഷമല്ലേ? ഈ മന്ത്രവാദി ഇതെവിടെ പോകും? മന്ത്രവാദി, മന്ത്രവാദി, മന്ത്രിയതേ തന്ത്രങ്ങൾ ഫലിച്ചില്ല എന്ന് ബോധ്യമായപ്പോ മന്ത്രവാദി സ്ഥലം വിട്ടെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും പോകുന്നവനല്ല അവൻ. മഹാസൂത്രശാലിയാ. ഈ രാജ്യത്തെ മന്ത്രിയായ നമ്മെപ്പോലും കബളിപ്പിച്ച അവൻ അത്ര നിസ്സാരനല്ല. നമ്മുടെ വരവ് മനസ്സിലാക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കാവൂ. ഇനി നമ്മളെ കൊടുക്കാൻ അവൻ വല്ല മന്ത്രവാദം ചെയ്യുവോ? ആദ്യം അവനെ ഒന്ന് കൈ കിട്ടട്ടെ. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങ്. എന്താ ചീഞ്ഞ നാറ്റം? നമുക്കും തോന്നിയതേ ഉള്ളൂ. ശരിക്കും നാറുന്നില്ല. എനിക്ക് ശരിക്കും നാറുന്നുണ്ട്. അറിവ് ആഹാരമാണ്. അതിനുള്ള അവകാശം എല്ലാ പേർക്കുമുണ്ട്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം.
प्रेमकृते पिञ्जालङ्कृतमङ्गलम् प्रणमतां चिन्तामणै मङ्गलम् पञ्चशध्वजमङ्गलम् त्रिजगदामाध्यप्रभो मङ्गलम् पञ्चस्तोपममङ्गलम् श्रुतिशिरोलङ्कारसन्